ഈ റോഡ് നോക്കി എന്താ വിദൂരതയിലേക്ക് അങ്ങനെ കിടക്കാണ്. നമ്മളെ അല്ലൂല ട്രിപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നേരെ അല്ലൂല നമ്മള് ഇറങ്ങിയിട്ട് കുറെ നേരമായി. റിയാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണിത്. ഏതായാലും പോയി നോക്കുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് വയ്യ പറയാം. ഓക്കെ, പോണ വഴിക്ക് ഒരുപാട് ഒട്ടകങ്ങള്, അതിന്റെ പോലെ തന്നെ ഒരുപാട് ആട്ടുകൂട്ടങ്ങള്, മേയ്ക്കാനൊരാള്, അടിപൊളി ഡ്രൈവാണ് അല്ലൂലേക്കുള്ളത്. അപ്പൊ നമ്മളൊന്ന് ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഏരിയൊക്കെ ഒന്ന് വീക്ഷിക്കാന്ന് കരുതി. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഇതാണ് ഒയാസിസ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട്. കുറെ മണ്ണ് കൊണ്ട് ഗൈസ് ഒഴിവാക്കണം എന്നാണ് റിപ്പോർട്ട്. സോ ഗൈസ് പറയുന്നില്ല ഞാൻ. ഒയാസിസ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു പഴയ കുറെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വീടൊക്കെ ഉണ്ടാക്കി വെച്ച സ്ഥലം. സംഭവം രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇതാണ് മിസ്റ്റർ ജുനൈദ്. നമ്മുടെ ജുനിക്കാന്ന് വിളിക്കും. ഇൻട്രൊഡ്യൂസ്. എൻ്റെ പേര് ജുനൈദ്. ഞാൻ ബാസിത്തിൻ്റെ ബ്രദറിലോ ആണ്. അപ്പം ഞങ്ങൾ ഒരു 10 days ട്രിപ്പായിരുന്നു. അങ്ങനെ ഇപ്പം അവസാനത്തെ നമ്മളെ ഇതാണ് മദീന, മക്ക, ജിദ്ദ ഒക്കെ പോയി അവസാനം ഇപ്പം അല്ലുല എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ വൻ സംഭവങ്ങളാണ് ഇവിടെ. എല്ലാവരും എന്തായാലും ഇവിടെ വന്ന് ഇതൊക്കെ കാണണമെന്നാണ് എല്ലാ ബാസിത്തെ അല്ലേ? അടിപൊളിയാണ്, ക്ലൈമറ്റ് അടിപൊളി, പിന്നെ അറേഞ്ച്മെന്റ്സ് ഒക്കെ സൂപ്പറാണ്. ഭയങ്കര സംഭവമാണ്. ഓക്കെ, ഓവർ ടു ബാസിത്ത്. അങ്ങനെ നമ്മൾ എലിഫന്റ് റോക്ക് എത്തി. സാധനം കണ്ട ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത ജാതി വ്യൂ തന്നെ കേട്ടത്. ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഉണ്ടായ സോയിൽ ഇറോഷൻ കാരണം ഉണ്ടായി തീർന്നൊരു സെറ്റപ്പാണിത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ നോക്കേണ്ടി വരും. ഞാനിപ്പോൾ പഠിച്ചിടത്തോളം അത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ഉണ്ട്. ഈ ജയന്റ് റോക്കുകൾക്കിടയിൽ ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്യുക എല്ലാവർക്കും. വാവ്, ജസ്റ്റ് വാവ്. ഓക്കെ, അങ്ങനെ നമ്മൾ അൽ ഉല ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞാൽ സംഭവം വേറെ ലെവലാക്കി വെച്ചിരിക്കുന്നുണ്ട്. വെൽക്കം ടു ഓൾഡ് ടൗൺ. ഇവിടെ ഇങ്ങനത്തെ കുറെ ഓൾഡ് ആർക്കിടെക്ചറൽ വീടുകൾ, ഷോപ്പുകളാണെങ്കിലും ഒക്കെ അതേ പഴയ സെറ്റപ്പിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെയൊക്കെ പുറമെ ഇതിന്റെ ബാക്കിൽ ഈ ഒരു ജയന്റ് വ്യൂ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഏരിയ മൊത്തം മലകളാൽ നിറഞ്ഞിട്ട് അതിന്റെ നടുവിലൊരു ഓൾഡ് ടൗൺ എന്ന് പേര് കൊടുത്തത് ഇങ്ങനെ ഓൾഡാക്കി ഉണ്ടാക്കിയതിനെ കൊണ്ടാവും. എന്തായാലും ഇതിവിടെ പണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ മലന്റെ നടുവിലായതുകൊണ്ട് വ്യൂ ഓഫ് ആ ഒരു ഫീല് അത് വേറെ ലെവല്. ഇവര് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഷോക്കേസ് ചെയ്യുന്ന നമ്മളെ ഇവിടുത്തെ പഴയ കാലത്തുള്ള ഇവരെ വീടുകളും ഷോപ്പുകളും പഴയ മാർക്കറ്റുകളൊക്കെ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ കുറെ ഇപ്പൊ മോഡേൺ ടൈംസിലെ എലമെന്റ്സ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ്, അടുത്തത് നമ്മളിതാ ഈ മലയുടെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. സ്റ്റെപ്സ് ഒക്കെ ഇവിടെ അടിപൊളിയാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പോയി നോക്കാം. ഉള്ളില് മുകളിൽ നല്ല അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞ് അല്ലൂലയുടെ. ലെറ്റ്സ് ഗോ, കം ഓൺ. ആ സ്റ്റെപ്സ് ഒക്കെ കയറി വന്നാൽ പിന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുത്തെ പഴയ ഓൾഡ് ടൗൺ. ഓ വാവ്, നമ്മള് ഹെജ്റ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വന്നാണ്. 3 ദിവസം ബുക്കിംഗ് ടൈമൊക്കെ എടുത്ത് പെർ ഹെഡ് അഡൽട്സിന് 95 ആണ് ഒരു ചാർജ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഈ ബസ് കയറിയിട്ടാണ് നമ്മൾ ഹെജ്റ പോകുന്നത്. ഓക്കെ, ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു.
ഈ കൊത്തി വച്ചേക്കുന്നത് പണ്ട് കാലത്തുള്ള ഒരു ദൈവത്തിൻ്റെ രൂപമാണ്. അതിൻ്റെ മുകളിൽ ആ ചെയ്ത ആൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ദൈവത്തിനെ കുറിച്ചുള്ള പേരും ഡീറ്റെയിൽസും ഒക്കെ. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് സംഭവം ഇവർക്ക് താമസിക്കാൻ ഉണ്ടാക്കിയതാണ് 2000 വർഷം മുമ്പ് ഇവിടെയുള്ള ആളുകൾക്ക്. പക്ഷെ അല്ല, ഇത് സംഭവം അവരൊരു ടോമാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ അടക്കാനും വേണ്ടിയാണ് അവർ ജീവിക്കുമ്പോഴേ ഇമ്മാതിരി സെറ്റപ്പ് സാധനം ഉണ്ടാക്കി വെക്കുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ലിഹിയാൻ സൺ ഓഫ് കൂസ എന്ന് പറഞ്ഞ ഒരാളുടെ ടോമാണ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അടക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ടോം. പക്ഷേ സ്റ്റോറിയിൽ അയാൾ ഇവിടുന്ന് അല്ല മരിക്കുന്നത്, വേറെ എവിടെ പോയാൽ മരിച്ചു. അയാൾ അതിൻ്റെ അടുത്ത് അടക്കാനും പറ്റിയിട്ടില്ല. പക്ഷെ അയാൾ ഇവിടുത്തെ എന്തോ പ്രധാനപ്പെട്ട ആളായിരുന്നു. അത്രയും ടോപ്പ് സാധനമാണ് മൂപ്പർ ഉണ്ടാക്കിയത്. കമ്പാരിറ്റീവ്ലി ഇവിടെയുള്ള ഏകദേശം 100 ചില്ലാൻ ടോമുകളുണ്ട്. അതിൽ ഏറ്റവും